ശ്ലോകം 10. മഹീരുഹോർമധ്യഗതോ വദാർഭഗോ. അവരെല്ലാവരും പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. എവിടേക്ക്? നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നന്ദഗോപർ പറയുകയാണ്, മഹീരുഹോഹോ മധ്യഗതോ. മഹീരുഹം വൃക്ഷങ്ങൾ, വലിയ വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങളുടെ മധ്യത്തിൽ പെട്ടു. ആര്? അർഭക. ഈ കുട്ടിയപ്പോൾ എടുത്തിരിക്കുകയാണ്. ഹരേ പ്രഭാവാൽ, ആ ഹരിയുടെ, ആ വിഷ്ണുവിൻ്റെ മാഹാത്മ്യം കൊണ്ട് അപരിക്ഷതോധുന. പരീക്ഷതം മുറിവേറ്റു, അപരിക്ഷതം അല്പം പോലും മുറിവേറ്റില്ല. ഒരു മുറിവുമില്ലാതെ, ഒരു ചതവുമില്ലാതെ ഈ ഉണ്ണി ആ ഹരിയുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. ഹരി വിഷ്ണു. ആ വിഷ്ണുവാണ് ഗുരുവായൂരപ്പനായിട്ട് ഇരിക്കുന്നത്. ഇതി ബ്രുവാണീർഗമിതോ ഗൃഹം ഭവാൻ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദഗോപർ മുതലായ ആൾക്കാർ എല്ലാവരും ആ വിധത്തിൽ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഉണ്ണി രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഗമിതോ ഗൃഹം ഭവാൻ, ഉണ്ണിയെ ഗൃഹത്തിലേക്ക് നയിച്ചു. അങ്ങനെയുള്ള മരുത്പുരാധീശ്വര, ഹേ ഗുരുവായൂരപ്പ, പാഹിമാം ഗദൽ, എന്നെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. മരുത്പുരാധീശ്വര. ഓരോ ദശകത്തിൻ്റെയും അവസാനത്തിൽ നമുക്ക് ഈ വാക്ക് കാണാം. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും മാത്രമേ ഉള്ളൂ. മരുത് വായു, മരുത്പുരം വായുവിനാൽ നിർമ്മിക്കപ്പെട്ട പുരം. അതിൻ്റെ അധീശ്വരൻ ഗുരുവായൂരപ്പൻ. ഗുരുവും വായുവും കൂടി ചേർന്നിട്ടാണ് ഗുരുവായൂർ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഇവിടെ ഗുരുവിനെ വിട്ടു എന്ന് മാത്രം, മരുത്തിനെ മാത്രം പറഞ്ഞുള്ളൂ. എന്താണ്? വൃത്തഭംഗം വരും അധികമായാൽ. അതുകൊണ്ടാണ് മരുത്പുരം, വായുവിനാൽ, വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ നാഥൻ, അധീശ്വരൻ. ഹേ ഗുരുവായൂരപ്പ, ആ ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഈ മരുത്തുണ്ട്, പ്രാണൻ. ആ പ്രാണൻ്റെ പുരമാണ് നമ്മുടെ ഈ ശരീരം. ആ ശരീരത്തിൻ്റെ ഈശ്വരനായിരിക്കുന്ന ആള് ആത്മാവ്. അപ്പം സ്ഥൂലാർത്ഥം ഗുരുവായൂരപ്പൻ, സൂക്ഷ്മാർത്ഥം ആത്മാവ്. ഗുരുവായൂരപ്പൻ നമ്മുടെ ആത്മാവ് തന്നെയാണ്. അപ്പോൾ ഓരോ ദശകത്തിൻ്റെ അവസാനത്തിൽ എപ്പോൾ ഈ വാക്ക് വരുന്നുവോ, സ്ഥൂലാർത്ഥവും സൂക്ഷ്മാർത്ഥവും രണ്ടും നമ്മുടെ മനസ്സിൽ തെളിയണം. സ്ഥൂലാർത്ഥം വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ നാഥനായ ഗുരുവായൂരപ്പൻ. സൂക്ഷ്മാർത്ഥം പ്രാണൻ്റെ പുരമായ എൻ്റെ ശരീരത്തിൻ്റെ നാഥൻ. മരുത്പുര അധീശ്വര. ആരാനാഥൻ? ആത്മാവ്. ആത്മാവുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കണോ, നമ്മൾ കർമ്മങ്ങൾ ചെയ്യണോ, പലതും അനുഭവിക്കണോ. ഏത് കാലം വരെ? ആത്മാവുള്ളത് വരെ. ആത്മാവ് പോയാലോ പിന്നെ വിരലനക്കുന്നില്ല. രമണ മഹർഷി പറഞ്ഞത്. ഈ വിരലനങ്ങുണ്ടോ ഭഗവാൻ ഉള്ളിലുണ്ട്. ഇത് മനസ്സിലാക്കി ഗുരുവായൂരപ്പൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഈ പ്രപഞ്ചം മുഴുവൻ ആ ബ്രഹ്മമാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ്.
ആ ഗുരുവായൂരപ്പൻ മാറാതെ കണ്ട് ഈ പ്രപഞ്ചമായി വന്നിരിക്കുന്നതാണ്. പ്രപഞ്ചത്തിന് വാസ്തവത്തിൽ സത്യത്വം ഇല്ല. അപ്പോൾ പ്രപഞ്ചത്തിലെ എന്ത് കാണുമ്പോഴും എല്ലാം ഭഗവാനാണ് ഭഗവാനാണ് എന്ന് ഉറപ്പിക്കണം. രണ്ട് സത്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് പാരമാർത്ഥിക സത്യം, രണ്ട് വ്യാവഹാരിക സത്യം. പാരമാർത്ഥിക സത്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചം. പ്രപഞ്ചം ഉണ്ടായിട്ടേ ഇല്ല. മനസ്സിലാവൂ? ഇല്ല. മനസ്സിലാവില്ല. പ്രപഞ്ചം ഉണ്ടായിട്ടേ ഇല്ല. ഇതെന്താ പിന്നെ? സ്വപ്നം കാണാറില്ലേ? നല്ല സദ്യക്ക് പോയി ഒന്നാം തരം പാൽപ്പായസം കഴിച്ചു. എന്തൊരു സുഖം, തിരുകൂടി കിട്ടിയാൽ വേണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കൈ തട്ടി എവിടെ ഉണർന്നു. ഇനി സദ്യയുണ്ടോ, പായസമുണ്ടോ, കുടിച്ചിട്ടുണ്ടോ? അതുപോലെയാണിപ്പോൾ. ഇനി യാതൊരു സത്യത്വം ഇല്ല. പക്ഷേ വ്യാവഹാരിക സത്യത്വമുണ്ട്. നമ്മളൊക്കെ ഉള്ളവരാണ്. അത് മനസ്സിലാക്കി എല്ലാവരെയും ഭഗവാനായി കണ്ടുകൊണ്ട്, അതാണ് വ്യാവഹാരിക സത്യത്വത്തിൽ. എല്ലാം ഭഗവാനാണ്. അപ്പം ഞാൻ എന്തെന്ത് ചെയ്യുന്നുവോ അത് ഭഗവാന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. ഏത് കർമ്മത്തിലൂടെയും ഭഗവാനെ പൂജിക്കണം. നമ്മൾ രാവിലെ കുളിക്കണു, ആ കർമ്മത്തിലൂടെ ഭഗവാനെ പൂജിക്കണം. ഭഗവാനല്ലേ എൻ്റെ ഉള്ളിലിരിക്കണേ. അപ്പോൾ ഭഗവാനെ കുളിപ്പിക്കുകയാണ്. ഇപ്പോൾ ആഹാരം ഉണ്ടാക്കണു, ആർക്ക് വേണ്ടി? ഭഗവാന് വേണ്ടി. കഴിക്കണു, ആര് കഴിക്കണു? ഭഗവാൻ. അങ്ങനെ എല്ലാം ഭഗവാന് വേണ്ടി എന്ന് മനസ്സിലെപ്പോഴും ചിന്തിച്ച് വ്യാവഹാരിക സത്യത്തിനെ അംഗീകരിക്കണം. പക്ഷേ ഏത് സമയത്തും ഓർമ്മ വേണം, ഇതൊന്നും സത്യമല്ല, ഇതെല്ലാം സ്വപ്നമാണ്. മോളിനി പഠിക്കും, മരുമരീചികയെന്ന് പഠിക്കും. ആ മരുഭൂമിയിലത്തെ ജലം, മരുഭൂമിയിൽ ജലമില്ല, പക്ഷെ കാണും നമ്മൾ. അതിൻ്റെ പിന്നാലെ പോകും നമ്മൾ. പോകും തോറും വെള്ളം മാറി 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 നീങ്ങിപ്പോവും. അപ്പോഴാണ് മനസ്സിലായത് ഈ വെള്ളം ഇല്ലാത്തതാണ്. ഇതാണ് മരുമരീചിക. പഠിച്ചിട്ടുണ്ടാവില്ല, പഠിക്കും. മരുമരീചിക ആദ്യത്തെ സ്ഥാനത്ത് വന്ന് നോക്കുമ്പോൾ വെള്ളം നമ്മുടെ അടുത്ത് എത്തിയിരിക്കണു. ഇനി അതിൻ്റെ പിന്നാലെ പോവോ? ഇല്ല. അതുപോലെ ഇവിടെയുള്ള വിഷയങ്ങളുടെ പിന്നാലെ അത്യാവശ്യത്തിന് മാത്രം, അല്ല നമ്മൾ ഒന്നുമായിട്ടും അങ്ങനെ ബന്ധപ്പെടരുത്. എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞ് ഇനി എങ്ങനെയാണ് നമ്മൾ ആ വിഷയങ്ങളെ കാണേണ്ടത്? ഭഗവാൻ, എല്ലാം ഭഗവാൻ. യാതൊന്നു കാൺമതു നാരായണ പ്രതിമ, എല്ലാം ഭഗവാനായിട്ട് കാണൂ. അങ്ങനെ ജീവിതത്തിനെ ധന്യമാക്കൂ എന്നുള്ളതായ ആ ഉപദേശം നമുക്ക് തന്നിരിക്കുന്നു.